യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ കുമാരനും പ്രകീർത്തിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം കർത്താവേ രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സർവേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എഴുതിപ്പിക്കപ്പെടുവാൻ ആത്മസംഖ്യാതെ ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ള അങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാടിന്റെ മുന്നിൽ നിന്നിരുന്നു.
ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ രക്തത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വിളിപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനത്തിൽ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകുന്നു. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോ പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്റെ ആടുകളിൽപ്പെട്ടവരല്ല. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രമിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഭവിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ ആരും എന്റെ അടുത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഇല്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. സ്നേഹബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലുള്ള അമ്മമാർക്ക് മാതൃദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു, പ്രാർത്ഥനയും. ഇന്ന് സഭ, ആഗോള സഭ ദൈവവിളിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസവും കൂടിയാണ്. ഒത്തിരിയേറെ ദൈവവിളികളിൽ നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മളുടെ മാർപ്പാപ്പയെ അനൗൺസ് ചെയ്ത് എത്ര പേര് നിങ്ങൾ ഫോണിൽ കണ്ടു? ആ ഒരു മോമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ഹിസ്റ്റോറിക് മോമെന്റ് ആണ്. എല്ലാവരും വത്തിക്കാൻ സ്ക്വയറിലേക്ക് നോക്കുന്നത്
അതിനായിട്ട് വെളുത്തതുക എങ്ങനെയാണ് ഈ വെളുത്തതുക വരുന്നത്, കറുത്തതുക വരുന്നത്, ഒത്തിരി ചോദ്യങ്ങളാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുവാനും ഒക്കെ ഒരു തീക്ഷ്ണത. 2013 മാർച്ച് മാസം 13 ഫ്രാൻസിസ് പാപ്പായോട് ചെയ്തപ്പോൾ ഞാൻ പഠിക്കുന്ന കാലം. അന്നേരം ഓർത്തതുണ്ടാകും വൈകുന്നേരം 7 മണിക്ക് അവിടുത്തെ സമയം 7 മണിയായപ്പോഴാണ് ഈ വെളുത്തതുക വന്നത്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി സ്ക്വയറിലോട്ട് കയറി, അധികം സ്ക്വയറിലോട്ട് കയറി ഇങ്ങനെ നോക്കി നിൽക്കുക പാപ്പയാരാണ് വരാനായിട്ട്. അന്നേരം കാലുകൾ കാലുകളിലെ ഗീനറിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ പറച്ചിൽ ഭയങ്കരമാണ്, നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. പിന്നെ പറയും ആവിനോസ് പാപ്പ, പുതിയ പാപ്പയുണ്ട്. സോ ഞങ്ങളോട് ആർക്കും മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തൂവെണ്ണ ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇറങ്ങി വന്നു. അദ്ദേഹം തീർന്നപ്പോഴും അദ്ദേഹം ഈസ്റ്റർ സൺഡേയിൽ അദ്ദേഹം തന്റെ PhD അവസാനിപ്പിച്ചപ്പോഴും ഒക്കെ ആ ഒരു ബ്ലെസ്സിംഗ് കൊടുത്താണ് അവസാനിപ്പിച്ചത്. ഊർഡി എന്ന് പോകണം. ഊർഡി എന്ന് പറയുമ്പോൾ ടു ദ സിറ്റി ഓഫ് റോം, റോമ നഗരത്തിൽ ഓർഡി എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വീണ്ടും ബ്ലെസ്സിംഗ്. അത് കൊടുക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് പാപ്പ പറയുകയാണ്, ഞാനിതിന് മുമ്പ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹം കുടിയിൽ നിന്ന് എല്ലാവരുടെയും പ്രാർത്ഥന മേടിക്കും. വത്തിക്കാൻ സ്ക്വയറിൽ അന്നേരം ഒരു സൈലൻസ്, എല്ലാവരും പ്രാർത്ഥിച്ചു പാപ്പയ്ക്ക്. പിന്നെ പാപ്പ ഒരു ബ്ലെസ്സിംഗ് കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു വിഷൻ തുടങ്ങി. 2014 ജനുവരി 22 എനിക്ക് പേഴ്സണലായിട്ട് പാപ്പയെ കാണാനായിട്ട് അവസരം ലഭിച്ചു. പേഴ്സണൽ ഓഡിയൻസ് പോലെ. അന്നേരം ഞാനിങ്ങനെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വന്ന് പൊന്നാടിയൊക്കെ അണിയിച്ചിട്ട് പാപ്പ എനിക്ക് പേഴ്സണലായിട്ട് ബ്ലെസ്സിംഗ് ഒക്കെ തന്നു. അതിനുശേഷം പാപ്പയോട് ചോദിച്ചു, പാപ്പ എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെങ്ങനെ എനിക്ക് പാപ്പയെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. പാപ്പ ഇങ്ങോട്ട് കൊണ്ട് കെട്ടിപ്പിടിച്ചു. അത്രയും ഒരു സ്നേഹമായിരുന്നു പാപ്പയ്ക്ക്. ശരിക്കും ഒരു കപടതയില്ലാത്തൊരു വ്യക്തി, ശരിക്കും ഉള്ളിലുള്ളത് മുഴുവനായിട്ട് പ്രകടിപ്പിച്ച ഒരു വ്യക്തി, സഭയെ ധീരമായിട്ട് കഴിഞ്ഞ 12 വർഷക്കാലം നയിച്ച ഒരു വ്യക്തി. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടും പരിശുദ്ധാത്മാവ് സഭയെ ആ സമയത്ത് നയിക്കേണ്ട വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് സഭയിൽ വരുന്നത്. അതിൽ നോക്കുവാണെങ്കിൽ 7 വർഷക്കാലം നമുക്ക് ബെനഡിക്ട് പാപ്പ ഉണ്ടായിരുന്നു. ബെനഡിക്ട് പാപ്പ കർദിനാളായിരിക്കുമ്പോൾ, ആർസികളായിരിക്കുമ്പോൾ 22 വർഷക്കാലം വിശ്വാസ കാര്യാലയത്തിന്റെ തലപ്പത്തായിരുന്നു. അതിന് മുമ്പിൽ ജോൺ 2 പാപ്പയെ പൂർണ്ണമായിട്ടും വിശ്വാസ കാര്യാലയത്തിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. 7 വർഷക്കാലം പറയുന്നത് സെന്റ് അഗസ്തീനോസ് പുണ്യാളനും അക്വിനാസ്, തോമസ് അക്വിനാസ് പുണ്യാളനെ പോലെ തിയോളജിക്കലി അത്രയും സൗണ്ട് ആയിട്ടുള്ള, അത്രയും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് പാപ്പ. ജോൺ 2 മാർപ്പാപ്പ 1972 ഒക്ടോബറിൽ അദ്ദേഹത്തെ അനൗൺസ് ചെയ്തപ്പോൾ 50 മാത്രമായിരുന്നു അദ്ദേഹം പ്രായം. സഭയെ ഏറ്റെടുത്തു. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നാണ് വരുന്നത്, പോളണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് കർട്ടൻ എന്നാണ് പറയുന്നത്. ഈസ്റ്റ് യൂറോപ്പ് മുഴുവൻ കമ്മ്യൂണിസ്റ്റിന്റെ കീഴിലായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് പാപ്പ ശക്തമായിട്ട് ലോകത്തിൽ വേണ്ടി നിലകൊണ്ട് യുവജന വേൾഡ് യൂത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ യുവജന ലോക യുവജന ദിനമൊക്കെ തുടങ്ങിയ പാർട്ടി യുവാക്കളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ച പാർട്ടി. 27 വർഷം സഭയെ നയിച്ച പാർട്ടി. അതിനു മുമ്പ് ജോൺ പോൾ I മാർപ്പാപ്പ 33 ദിവസം സഭയെ നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹാർട്ട് അറ്റാക്ക് വന്നതെ നയിക്കുകയാണ്. പോൾ VI മാർപ്പാപ്പ അതിനു മുമ്പ് 2ാം വത്തിക്കാൻ സുനഹദോസിനെ തീർക്കുകയും കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം 2ാം വത്തിക്കാൻ സുനഹദോസിനെ പൂർണ്ണമായിട്ടും സഭയിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്ത പാപ്പയാണ് പോൾ VI മാർപ്പാപ്പ. ഈ സഭ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ സമയമായിരുന്നു പോൾ VI മാർപ്പാപ്പയുടെ സമയം. അതിനു മുമ്പുള്ള പാപ്പയാണ് ജോൺ 23 മാർപ്പാപ്പ. നല്ല വണ്ണം, എന്നെപ്പോലെ നല്ല വണ്ണമാണ് പാപ്പയുള്ളത്. അദ്ദേഹം ലോകത്തെ മുഴുവൻ കെട്ടിപ്പിടിച്ച പാപ്പ. അദ്ദേഹം ആണ് 2ാം വത്തിക്കാൻ തുടങ്ങി പല കാര്യങ്ങളുടെ സഭയിലേക്ക് വ്യക്തത കൊണ്ടുപോയ വ്യക്തിയാണ് ഈ ജോൺ 23 മാർപ്പാപ്പ. സഭയുടെ ചരിത്രം നോക്കുമ്പോൾ കൃത്യമായ വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. വീഡിയൊക്കെ പറഞ്ഞു ഇദ്ദേഹമാകും പാപ്പ, അദ്ദേഹമാകും പാപ്പ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് കൃത്യമായൊരു വ്യക്തി നമുക്ക് 14 മാർപ്പാപ്പയെ സമ്മാനിച്ചു. നമുക്ക്
പിതാവിന് വേണ്ടിയിട്ട് യോഗ്യ പിതാവിനെ മാർത്തയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിനക്ക് ചേർത്ത് ഇടയന്മാരെ നൽകും സഭയ്ക്ക് എന്ന് നിന്റെ ഇടയനെ നിന്റെ ആടുകളെ ദൈവം തരുന്നത് തമ്പുരാന്റെ വിശ്വാസമാണ്. നമുക്ക് ചേർന്ന് ഇടയന്മാരെ തമ്പുരാൻ തരുന്നത് സഭയെ നയിക്കുവാനായിട്ട് യോഗ്യ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, എന്റെ കൂട്ടത്തിലുള്ള ഒരു ആടിനെ പോലും നഷ്ടപ്പെടുവാൻ ഞാൻ അനുവദിക്കുകയില്ല, എന്റെ പിതാവ് അനുവദിക്കുകയില്ലെന്നാണ് പറയുന്നത്. പിതാവിന്റെ കരവന്നിരിക്കുകയും ഓരോ ആടുകളെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെ പോലും ഓരോ ആത്മാക്കളും നമ്മളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. പൗലോസിന്റെ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 17 വചനങ്ങളിൽ കൃത്യമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത് ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു ആത്മീയ സത്യം കൊണ്ട് അരമാറ്റി വിശ്വാസത്തിന്റെ വാണെടുക്കാൻ എടുക്കണം. ദൈവവചനമാകുന്ന വാണെടുക്കണം. ഈ സഭാപിതാക്കളെ പറഞ്ഞു തരുന്നത് രാവിലെ എഴുതുമ്പോൾ 6-ാം അധ്യായം 10 മുതൽ 17 വചനങ്ങൾ വായിച്ച് അത് വായിക്കുമ്പോൾ അതുപോലെ ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ ശരിക്കും ഒരു പടയാളികളെ പോലെ രാവിലെ എഴുന്നേറ്റ് നിന്ന് അരമുറുക്കി അരമുറുക്കി വിശ്വാസത്തിന്റെ പരിചയെടുത്ത് ദൈവവചനമാകുന്ന വാണെടുത്ത് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ നമ്മളുടെ ഈ ആത്മീയ സമരം നമുക്ക് ഏറ്റവും വിശ്വസ്തയോടെ നമുക്ക് തുടരാൻ നമ്മളുടെ കൂടെയുള്ളവരെയും വിശ്വാസത്തിൽ വളർത്താം. പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും തുടർന്ന് കർത്താവേ കന്യകാമേനെ രക്ഷിക്കുക. വഴിയും സത്യവും ജീവിതമായ വിശുദ്ധമായി അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും കാലത്തിൽ നിന്ന് പറഞ്ഞില്ലായ്മയിലേക്കും അനേകം നിയമങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ മനുഷ്യനെ പ്രധാന വഴിപാദത്തിന് ചിഹ്നമായ കർത്താവേ, ഞങ്ങളുടെ ശരീരം ചെയ്യുന്നതിൽ ആശയോടെ ഉപേക്ഷിക്കുവാൻ ആകസ്മാർത്ഥത്തിൽ ജീവൻ കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിയമം അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവനെയും കാലമായ യോഗനികളോട് സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മരണത്തെ ജയിച്ചടക്കിയ വിശുദ്ധായ സഭയിൽ സദാസന്നിധികളായ നവജീവനം കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ വിശ്വാസത്തിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിനാമത്തിന് യോഗ്യരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും മനുഷ്യർക്കും മുഴുവനും നിരന്തരം വസിക്കാനിടയാക്കണമേ. സർവ്വത്തിന്റെയും നാഥായ നയിക്കും. ഭക്തിയോടും ശ്രദ്ധയോടും രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
സമാധാനത്തോടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. വിജയപരിചയമാരുടെയും അവരുടെ ചുടി രക്തസാക്ഷികളുടെയും സ്മരണം ശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ സുദീർഘമായ കാലം വഴി നീ മതത്തോടെ പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിന്നെ ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ദൈവപിതാ
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന്
വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാശ്മീരിൽ കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൊല്ലുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പോയി ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടന്നു ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങളുമായി ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും നാഥനുമായ മാർഗ്ഗയും 14 മാർഗ്ഗം ഞങ്ങളുടെ സഭയുടെ പിതാവും നാഥനുമായ അതിലൂടെ പിതാവുമായ വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികളുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വർദ്ധനയുടെയും ബഹുമാനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. രോഗികളുമാകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ പോയ എല്ലാവരും വേണ്ടിയും നിങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശാപം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങനെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ശുദ്ധമായ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണം. അത് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവം അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരനായ അയച്ചെന്നും ഭൂവാസികളുടെ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ വിശുദ്ധാത്മ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അയാളെ മുക്തി തരും. വിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ ഞങ്ങളുടെ നാഥനുമായ ഈശ്വരനായുടെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭയജനകവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ നിന്റെ ദാസനെയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ സ്വർഗ്ഗരാജ്യത്തിൽ നിന്നുമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവം വിസ്മയാപൂർവമായ രക്ഷാർത്ഥതയെ കുറിച്ച് നീ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്തെ രക്ഷിക്കുന്ന സത്യം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ സജീവവും പരിശുദ്ധവും ജീവദായകവുമായ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് മുന്നോട് തോന്നണമേ.
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഖവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ ലക്ഷ്യങ്ങളെയും അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ പിതാവിനായ സജീവവും ജീവദായകവുമായ സുഖത്തിൽ നിറഞ്ഞും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ധരിക്കുകയില്ല, പ്രതിതാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഇപ്പോഴും എപ്പോഴും സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ജീവദായകമായ
സ്മരിക്കാം. പ്രസിദ്ധന്മാരായിട്ട് രണ്ടാമത്തെ അദ്ദേഹം ഒരാഴ്ചയിൽ ഓർമ്മിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ആവശ്യത്തിലധികം പ്രസിദ്ധന്മാരുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നാട്ടിലൊക്കെ നടത്തുന്ന പോലെ നല്ല ആഘോഷമായിട്ട് നടത്തുന്ന ആഗ്രഹമില്ല. അതുകൊണ്ട് പ്രസിദ്ധന്മാരായിട്ട് താല്പര്യമുള്ളവരെ പ്രത്യേകം ക്ഷണിക്കുന്നു. അതുപോലെ ആവശ്യം വർഷാരംഭത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഓരോ മാസവും 20 ഷെഫ്റ്റിൽ വെച്ച് 6 മാസത്തേക്ക് ജനുവരി മുതൽ ജൂൺ വരെ മാറ്റി വയ്ക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തിനാണെന്നുള്ളത് ബാബു
പിതാവ് പരിശുദ്ധാത്മാവിനെ മാത്രമല്ല ഇവിടെ വ്യക്തരായാലും ആ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അടുത്ത മാസത്തോടുകൂടെ തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 2 തവണ എല്ലാ അമ്മമാർക്കും ആശംസകൾ നൽകുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ കാര്യമില്ലല്ലോ അല്ലേ. അത്രയും അമ്മമാരെ ഒന്നിച്ചുകൂടെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങളുടെയും മുഖങ്ങൾ ചിരിക്കുന്ന സന്തോഷമുള്ള അമ്മമാരുടെ മുഖങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് സമാധാനമായിട്ട് കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനദിനചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല നീതിമാന്മാരോട് നമ്മോട് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മെസ്സിഹായെ, ഈ കുർബാനയുടെ ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. സഭയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാധാരണ മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ബുദ്ധിതരായ ശിവനായ സമാധാനം നമ്മിലെന്നും വസിക്കട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും പ്രധാനരഹസ്യങ്ങളോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതായമായ രഹസ്യങ്ങളാൽ സന്തുഷ്ടരാകുന്ന അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ സജീവമായ എല്ലാ വിധത്തിലും നിന്ന് സംരക്ഷണമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലോകത്തിലുള്ള സകലരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ
വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കുന്നുള്ളൂ. ഞങ്ങളുടെ പാപങ്ങൾ പുറക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. സ്വർഗ്ഗത്തിലെ നാഥായ ദൈവം ഈശോ വിശുദ്ധിയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങയുടെ വചനം സാക്ഷികളായി ജീവിക്കാൻ പരിശുദ്ധിയും ആത്മശുദ്ധിയും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. ജീവിതത്തിന് പ്രതികൂല സാഹചര്യങ്ങളെയും ക്ലേശങ്ങളെയും ക്ഷമാപണം നേരിടാൻ പാപത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Yeah.
പൂർണ്ണമായ രക്ഷയും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കേൾപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി നീതിയുടെ ദിവസത്തിൽ നിന്ന് ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും തീരുമാനവുമായ കർത്താവേ, ജീവനെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിക്കപ്പെടുന്നവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാ. കാരുണ്യവാനും മനുഷ്യനും സത്യരക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണപടിയിൽ ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണലിലേക്ക് നയിക്കാനായി പാലമേഖലകളിൽ നീ മഹത്വത്തോടെ ആകുന്നു. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടും കൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിക്കൊടുത്ത് നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കടകൾ കഴുകി ശുദ്ധീകരിക്കണമേ.